ഹലോ. ഇന്നിപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് ഞാൻ നേരെ അടുക്കളയിലോട്ടാണ് കയറിയത്. റെസ്റ്റ് എടുക്കാനോ ഒന്നിനും ഞാൻ പോയില്ല. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഓൾറെഡി ലേറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഡ്യൂട്ടി വരുന്നത് നാളെ രാവിലെ 7 മണിക്ക് കയറണം എന്നാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചധികം കിടന്നുറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് രാത്രി തന്നെ എല്ലാം കുക്ക് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചോറും എന്താ പറയുക കറികളൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചോറ്, ചിക്കൻ കറി. ഇതെൻ്റെ ഭർത്താവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ആക്ച്വലി ഞാൻ എന്താ പറയുക, ഞാൻ വന്ന് നോക്കുമ്പോൾ ചിക്കൻ കറി അടി പിടിച്ചത് ഈ പരുവത്തിലായി. ചിക്കൻ്റെ കഷ്ണമൊക്കെ കണ്ടോ, ഇച്ചിരി ചെറുതായിട്ടൊന്ന് കരിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആ ചട്ടി അങ്ങ് മാറ്റി വേറെ ചട്ടിയിലോട്ട് വെച്ച് തിളപ്പിച്ചെടുക്കണം. വെന്തിട്ടുമില്ല ഒന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് അതങ്ങ് വേവിച്ചെടുത്തു. അത് കഴിഞ്ഞ് തേങ്ങയൊക്കെ നാളത്തെ എന്താ പറയുക, ഞാൻ എന്തിനാ തേങ്ങ പൊട്ടിച്ചോ അല്ല മെഴുക്ക് വരട്ടിയൊക്കെ അല്ലല്ല സോറി പുട്ട് വയ്ക്കാൻ. നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണ്. അങ്ങനെ അവൻ്റെ ചിക്കൻ കറിയൊക്കെ ഇളക്കി രാത്രിയിലത്തേക്ക് ദോശയും പിന്നെ കുറച്ച് സാമ്പാറും ഇരിപ്പുണ്ട്, പ്ലസ് ചിക്കൻ കറിയാണ് പ്ലാൻ. അപ്പോൾ ഈ ദോശമാവ് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല. 2 ദിവസം ഞാൻ ഇഡ്ഡലി വെച്ചു, ഒട്ടും ടേസ്റ്റ് ഉണ്ടായില്ല, കല്ല് പോലെ. പക്ഷെ ദോശ ചുട്ടപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു, നെയ്യൊക്കെ ഇട്ട് ചുട്ടപ്പോൾ അടിപൊളിയായിരുന്നു. അങ്ങനെ അവൻ്റെ ചിക്കൻ കറി ഒരു സൈഡിൽ റെഡിയായി. പിന്നെ ഈ ഇടുന്ന മസാല അത് അവൻ്റെ കൊളീഗ്സ് വന്നല്ലോ, കഴിഞ്ഞ ദിവസം അവൻ്റെ കൊളീഗ്സ് ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് തന്നാണ്. ചിക്കൻ കറി വെച്ചിട്ട് ഇതൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സോസേജ്. ആക്ച്വലി ഞങ്ങൾ അടുത്ത ആഴ്ച വീട്ടിൽ പോകണ കാരണം ഈ സോസേജ് എല്ലാം അങ്ങ് തിന്ന് തീർത്തേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതെല്ലാം എടുത്ത് നേരെ ടി വി കണ്ട്. കുളിച്ചിട്ടില്ല. എൻ്റെ വീട്ടിലൊക്കെ പറയും എന്താ പറയുക, തിന്നിട്ട് കുളിക്കണവനെ കണ്ടാൽ കുളിക്കണം എന്ന്. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കണത്. പിന്നെ ഇവിടെ ഇപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് എന്നെ ആരും കാണാനോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾക്ക് പുതിയതായിട്ടൊരു സീരീസ് കിട്ടിയിട്ടുണ്ട് ആമസോൺ പ്രൈമിൽ. തമിഴാണ്, പേരെനിക്കറിയില്ല. അപ്പോൾ അത് കാണാനുള്ള തത്രപ്പള്ളാണ്. അപ്പോൾ ഓക്കെ, ബൈ.